ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിതാ ഇന്നൊരു ട്രിപ്പ് പോകുമ്പോഴാണ് ഇവുവിൻ്റെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ ഫാമിലിയും ഓൾ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ്. വേറെ എങ്ങോട്ടുമില്ല, രാഷ്ട്രപതി ഭവനിലായിട്ടാണ്. അതായത് രാഷ്ട്രപതി ഭവനിൽ അമൃത് ഉദ്യാൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം ഈ വർഷത്തെ അതായത് 2026 അമൃത് ഉദ്യാൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഫെബ്രുവരി 3 ടു മാർച്ച് 31 വരെയാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഫ്രീ എൻട്രൻസ് ആണ്, ഓൺലൈൻ ബുക്കിങ്ങുമാണ്. പിന്നെ നമ്മുടെ ഓഫ്ലൈനായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നെങ്കിൽ തന്നെ 2 ദിവസം മുന്നേ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ഫുഡ് ഐറ്റംസ് അങ്ങനെയുള്ള ഒരു ഐറ്റവും നമ്മുടെ ഇതിനകത്തോട്ട് അലൗഡ് അല്ല. എല്ലാം പുറത്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. ഒരുപാട് സ്ഥലത്ത് അവർ 2-3 സ്ഥലത്തായിട്ട് ചെക്ക് ചെയ്യും. നമ്മൾ നല്ലപോലെ ചെക്ക് ചെയ്തിട്ട് അകത്തോട്ട് വിടുക. അപ്പം നമ്മുടെ അമൃത് ഉദ്യാൻ നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകൾ കാണാനാണ് നമ്മളിതാ ഈ ഒരു ലോകത്തോട്ട് കയറിയിട്ടുള്ളത്. ഒരുപാട് ഗസ്റ്റുകളുണ്ട് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിൽ നിന്നും പല സ്റ്റേറ്റിൽ നിന്നും പല കൺട്രീസിൽ നിന്നും വന്ന ഒരുപാട് ഗസ്റ്റുകൾ ഇവിടെ പൂത്തുലഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിതാ അവരെല്ലാം പരിചയപ്പെടാം. ഒരുപാട് കളറിലുള്ള, അതായത് ഇവിടെ നിന്ന് നോക്കിയാൽ അവിടെ നോക്കണോ, ഇവിടെ നോക്കണോ, അല്ല അവിടെ നോക്കണോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്ക് ഇതിനകത്തോട്ട് കയറിയാൽ തോന്നും. നമ്മുടെ ദ്രൗപദി മുർമു മാം വോക്ക് ചെയ്യുന്ന ഈ ഒരു ഇതിനകത്തുള്ള ഏരിയയിലൂടെയാണ് കേട്ടോ. നമുക്ക് പക്ഷേ അങ്ങോട്ടൊന്നും എൻട്രി ഇല്ല, നമുക്ക് പുറത്തുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമ്മുടെ പൂക്കളെയും ചെടികളെയൊക്കെ സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പം ഡൽഹിയിലുള്ള ഈ ആൾക്കാർ, അതായത് ഡൽഹിയിലുള്ളവർ ഇതുവരെയും ഇവിടെ പോയി കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അതായത് ചെടികളെ സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് നഷ്ടമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇതിൽ പോയിട്ടുണ്ട്. അത്തമൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം നമ്മൾ വന്നപ്പോൾ ഇതിൽ നിന്നും ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ വന്നതെന്ന് വെച്ചാൽ ഇത് സ്റ്റാർട്ടായി ഫെബ്രുവരിയിലാണ് വന്നത്. കഴിഞ്ഞ പ്രാവശ്യം മാർച്ചിൽ. അപ്പോൾ ഫെബ്രുവരിയിലെന്ന് പറഞ്ഞാൽ പൂക്കൾ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. പക്ഷേ കാണാൻ ഒരുപാട് പൂക്കളുണ്ട്. ഈ ഒരു ആർച്ചൊക്കെ കഴിഞ്ഞ വർഷം റോസാപ്പൂ ഉണ്ടായിരുന്നു ഡെക്കറേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം വേറെ ഓരോ വർഷം ഓരോ ഐഡിയാസ് അല്ലേ. പക്ഷേ കാണാൻ ഇപ്പോൾ പോയാലും എപ്പോൾ പോയാലും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ മാത്രമേ അതിനകത്ത് കാണാൻ പറ്റുള്ളൂ. അതായത് വെറൈറ്റീസ് ഓഫ് ചെടികൾ, വെറൈറ്റീസ് ഓഫ് പൂക്കൾ, അങ്ങനെയൊക്കെ പറയുന്ന കണക്ക് ഈ ഒരു റൗണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ സൈഡിലും ഓരോ ചെടികൾ പേര് പല ഇംഗ്ലീഷ് പേരുകളാണ് കേട്ടോ. പേരൊന്നും അറിഞ്ഞൂടെങ്കിലും എല്ലാവരും നല്ല സ്മെല്ല്, അതായത് പൂക്കള ഒരു ലോകം തന്നെയാണ് കേട്ടോ. ഇതിനകം കാണാത്തവരും ഉറപ്പായിട്ടും പോയി കാണണമെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് ടച്ച് ചെയ്യാനൊക്കെ തോന്നും, പക്ഷെ നമുക്ക് തലോടാനും ടച്ച് ചെയ്യാനും ഒന്നിനും പറ്റില്ല കേട്ടോ. നമുക്ക് ഇതിനകത്ത് അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കുക, അങ്ങനെ എല്ലാവരും ഓടി നടന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് നമുക്ക്. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കാണാത്തവർ ഒരുപാട് പേരും പോയി കാണണം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.